മകളുടെ പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാല് അത് വേറെ ആരെങ്കിലും പ്രായം നോക്കിയിട്ടില്ലല്ലോ. മകളുടെ പ്രായം എന്ന് പറഞ്ഞാല് മകളുടെ പ്രായമുള്ള കുട്ടി, മകൾക്ക് 18 വയസ്സായില്ലെന്ന് എനിക്കറിയില്ല. 18 വയസ്സ് കഴിഞ്ഞ് കേരളത്തിന്റെയും ഇസ്ലാമികമായിട്ടും ഇന്ത്യയുടെയും നിയമം അനുസരിച്ചാണ് തങ്ങൾ ഉപ്പാപ്പ കല്യാണം കഴിച്ചിട്ടുള്ളത്. അത് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വേണ്ടടുത്ത് അവർ ഹാജരാക്കിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. എവിടെയും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. 100% നിയമത്തിനനുസൃതമായിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 1-2 കാര്യങ്ങളും കൂടി നോക്കൂ. ഇവർ വായാറിൽ പറഞ്ഞത് തീർത്തും ചെലവിന് കിട്ടുന്നില്ല എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. അതേ അവര് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് കാടാമ്പ പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് കൊടുത്തത്, ആ കേസ് കൊടുത്തത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തി എന്ന് പറഞ്ഞിട്ടാണ്. ഈ അവർ കൊടുത്ത ഈ പരാതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചാൽ നാളെ സെൻസർ ബോർഡ് എന്റെ പേരിൽ കേസെടുക്കും. അത്രക്കും വൃത്തികേടുകളാണ് ഈ പരാതിയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളത്. വൃത്തികേടുകൾ. ഇത് പറയുന്നത് വേറെ എവിടെയെങ്കിലും പോയിട്ടാണെങ്കിൽ തെറ്റില്ല. ഈ കാടാമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൊടുക്കാൻ ചെന്നത് ഈ ബീവിയുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അകന്ന ബന്ധു എന്ന് പറയുന്ന ഈ നൌസാദ് പൊന്നാനി എന്ന് പറയുന്ന വ്യക്തിയും കൂടി പോയിട്ടാണ് ഈ കള്ളക്കേസ്. ഈ കേസ് എന്താ? പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തി. ആര്? 6 മാസമായിട്ട് വീട്ടിൽ തന്നെ വരണില്ല എന്ന് പറയുന്ന ഇവരാ പറയുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്ന് പറഞ്ഞ് കാടാമ്പ സ്റ്റേഷനിൽ അവർ കൊടുത്ത പരാതി ഒരു പരാതി മാത്രമല്ല, എത്രയോ പരാതികൾ. ആരോ അവർക്ക് പിന്നിൽ നിന്ന് ചക്രം തിരിച്ചതിന്റെ ഭാഗമായി ഈ കേസുകൾ ഒന്നിച്ചു വന്നാൽ ഇപ്പൊ തന്നെ തങ്ങളെ പിടിച്ച് ജയിലിലടക്കുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായാണ് ഒരു അനവധി പരാതികളാണ് അവർ തങ്ങൾക്കെതിരെ കൊടുത്തിട്ടുള്ളത്. ആ തങ്ങൾക്കെതിരെ കൊടുത്ത പരാതികൾ പൂർണ്ണമായും കളവാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നിരുപാധികം ജാമ്യം കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ കൊടുത്ത പരാതികൾ? പോസ്കോ കേസടക്കം എല്ലാ നിലക്കും സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നതിന് വേണ്ടി അതേപോലെയുള്ള എത്രമാത്രം വൃത്തികേടുകളുണ്ടോ അത്രയും വൃത്തികേടുകൾ ഉന്നയിച്ചുകൊണ്ടാണ് അവര് തങ്ങളുപ്പാപ്പാക്കെതിരെ കേസ് കൊടുത്തത്. അതെല്ലാം തെറ്റാണ് എന്ന് ഈ രാജ്യത്തെ ഉന്നതമായ നീതിപീഠം ഹൈക്കോടതി തങ്ങളുപ്പാപ്പാന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നിരുപാധികമായി തങ്ങളുപ്പാപ്പാക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. മലപ്പുറത്ത് വെച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ നൌസാദ് എന്ന് പറയുന്ന വ്യക്തി കേച്ച് ഗോൾഡിന്റെ സോഴ്സുകൾ അന്വേഷിക്കണം എന്ന് പറയുകയുണ്ടായി. കേച്ച് ഗോൾഡിന്റെ സോഴ്സ് അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷെ അദ്ദേഹം ഞാൻ അമ്മാമനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നിട്ട് ആ പത്രസമ്മേളനത്തിൽ അവരെ പ്രതിനിധീകരിച്ചു വന്നത്. അത് ഏത് ബേസിലാണ് എന്ന് തെളിയിക്കുന്ന രേഖ ഈ നൌസാദ് എന്ന് പറയുന്ന വ്യക്തി അന്വേഷിക്കണം. മറ്റേ എന്റെ വളർച്ച, എന്റെ ഉയർച്ച, അതൊക്കെ ഞാൻ വേണ്ടുന്നിടത്ത് നൌസാദിനെ ഞാൻ അതിനെ കണക്കാക്കിയിട്ട് തന്നെ അത് അവന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഞാൻ അവർക്ക് തെളിയിച്ചു കൊടുക്കാം. ഇതിന്റെ പേരിൽ തങ്ങളുപ്പാപ്പ പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുപ്പാപ്പാനോട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു അവർ മുജാഹിദീങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ന്. തങ്ങളുപ്പാപ്പ അത്രം വില കുറഞ്ഞ ഒരാരോപണം ഉന്നയിച്ചതായി എവിടെയെങ്കിലും ഈ നൌസാദിന് തെളിയിക്കാൻ പറ്റുമോ? തങ്ങളുപ്പാപ്പയുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങളുപ്പാപ്പ ഇന്നുവരെ ഇതിന് പ്രതികരിച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ നൌസാദ് പറയുകയാണ് തങ്ങളുപ്പാപ്പാന്റെ വളർച്ചയിലും സോഴ്സുകളും അന്വേഷിക്കണമെന്ന്. അത് മോനായിട്ടുള്ള മോനും പറഞ്ഞു 200 കോടിയോളം രൂപയുടെ ആസ്തിയുണ്ട്, ഒപ്പം നടക്കുന്നവരൊക്കെ സമ്പന്നരായി, ഞങ്ങൾക്ക് മാത്രം ഉപ്പ ഒന്നും നൽകുന്നില്ല എന്ന്. എന്താണ് ഇതിന്റെ സത്യം? അവർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ, വേറെ ആർക്കും നൽകിയിട്ടില്ല. തങ്ങളുപ്പാപ്പ ജീവിതത്തിൽ എന്തൊക്കെയാണ് സമ്പാദിച്ചത് അത് മുഴുവനും ആ വീടും വീട്ടിലുള്ള സാധനങ്ങളുമാണ്. അത് മുഴുവനും ഇപ്പോഴും നോക്കി നടക്കുന്നത് അവര് തന്നെയാണ്. ഇതെല്ലാം വാങ്ങി പറ്റിയിട്ടും ചില ആളുകളുടെ കുപ്രചരണങ്ങൾക്ക് വേണ്ടി വഴിപ്പെട്ട ഈ ഭാര്യയും മക്കളെയും എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുക? പിന്നൊന്ന് അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്താ? ഞങ്ങൾ വനിതാ കമ്മീഷനും SP-ക്കും അതേപോലെ തന്നെ DGP-ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പരാതികളൊക്കെ അന്വേഷിച്ചിട്ട് അതിലൊന്നും യാതൊരുവിധ വാസ്തവവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരുടെ വക്കീൽ കിട്ടാവുന്ന പരമാവധി കാര്യങ്ങൾ, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ അവർ വാദിച്ചു. എന്നിട്ട് പോലും അവർക്ക് ഈ ജാമ്യം നിഷേധിക്കാൻ പറ്റുന്ന യാതൊരുവിധ തെളിവും തങ്ങൾക്കെതിരെ ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വാസ്തവം തിരിച്ചറിയാൻ നല്ലവരായ ഈ രാജ്യത്ത് സമൂഹം തയ്യാറാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, നിങ്ങളും
ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വായിക്കാൻ പാടില്ല, പക്ഷെ ഇത് അവർ കൊടുത്ത പരാതിയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നാളെ KH റസാഖ് എന്തോ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഞങ്ങളെ നേരെ ആരോപണം നടത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ മൂക്കുകൂടി കയറ്റാൻ വേണ്ടിയിട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ അവര് കൊടുത്ത പരാതിയുടെ കോപ്പി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ കോപ്പിയിൽ അവർ പറയുന്ന ആരോപണങ്ങൾ എന്താണെന്ന് കേൾക്കണം നിങ്ങൾക്ക്. ഇത്രയും വൃത്തികെട്ട ഈ പേജ് 13 പേജ് വരുന്നത്. ഈ 13 പേജിലും എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് തങ്ങളുപ്പാപ്പ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണെന്നാ. ആർക്കായാലും പുള്ളിപ്പോ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിലൊരു വ്യക്തി ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഇടയിൽ ദീനി പ്രബോധനം നടത്തുന്ന ഒരു പണ്ഡിതൻ, ഒരു സയ്യിദ്, ആ സയ്യിദിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. എന്താണ് പറയുന്നത്? എന്നാണ് ഈ പരാതിയിൽ പറയാ, 2017 എന്നെ കോട്ടക്കലും അതേപോലെ തന്നെ വളാഞ്ചേരിയിലും പിന്നെ പുത്തനത്താണിയിലും ഒക്കെ എന്നെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടാത്ത സീഡികൾ വാങ്ങിപ്പിച്ചിരുന്നു. ഒരു പരാതിയിലാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യനെ ഇത്രമാത്രം തരം താഴ്ത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ? 2017 CD കൊടുക്കുന്ന കഥ അവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിന്റെ ആവശ്യമുണ്ടോ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ? 2017 അവസാനത്തിൽ എന്നാണ് വ്യക്തമായിട്ട് ഈ പരാതിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിന്റെ സത്യം ഇതാണ് അതല്ല എന്ന് പറയുന്നതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ സംഭവിക്കട്ടെ. രേഖയാണ് ഈ പറയുന്നത്. ഇതൊക്കെ അവർ പറഞ്ഞ കള്ളക്കഥയുടെ രേഖയാണ്. എന്നിട്ട് കാടാമ്പ സ്റ്റേഷനിൽ അവരുടെ പരാതിയുണ്ട്. ആ പരാതിയിൽ ഇതിൽ ഫുള്ളായിട്ടും പറയുന്നത് എന്താ? ഈ തങ്ങളുപ്പാപ്പാക്ക് യാതൊരു വിവരവുമില്ല. കുറെ പൊട്ടന്മാരായിട്ടുള്ള അനുയായികളുണ്ട്, കുറെ സക്കാപ്പിക്കൂട്ടങ്ങളുണ്ട്. അവർ എന്താണോ തങ്ങളുപ്പാപ്പ പറയുന്നത്, ആ തങ്ങളുപ്പാപ്പ പറയുന്നത് അതേമാതിരി അനുസരിച്ചിട്ട് അവർ നിൽക്കുന്നു. അങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് കോടാനക്കോടി രൂപ ഉണ്ടാക്കിയിരിക്കുന്നു തങ്ങളുപ്പാപ്പ. ഈ പരാതിയിൽ പറയാ, എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തു പറയല്ല. എന്നിട്ട് ഇത് എടുത്തു പിടിക്കുന്നത് ആരാന്നറിയോ? ഇത് എടുത്തു പിടിക്കുന്നത് ഈ നൗഷാദ് തങ്ങൾ എന്ന് പറയുന്ന തങ്ങള്. ഓ അബ്ദുള്ളയാണ് പറയുന്നത്. 1.25 മണിക്കൂർ 1.5 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു നൗഷാദ് തങ്ങള്. ഓ അബ്ദുള്ള പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. പൊന്നാനി വലിയ യാറത്തുങ്ങളെ തങ്ങളുപ്പാപ്പ ചിലപ്പോൾ ആളുകൾ കോയത്തങ്ങളെന്നും എന്നെ വിളിക്കാറുണ്ടെന്ന് അയാൾ പറഞ്ഞു. സാധാരണ നിലയിൽ നമുക്കറിയാം ഒരു യാറം അതല്ലെങ്കിൽ ഒരു ഇതൊക്കെ സുന്നികളാണ് നടത്താറ്, അല്ലെ? സുന്നികൾ നടത്തുന്ന സ്ഥാപനം ഏത് സുന്നിയാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദൊന്നും യാറും പരിപാടിയൊന്നും നടത്തലില്ലല്ലോ. അങ്ങനെ പൊന്നാനിയിലെ വലിയ യാറത്തുങ്ങൾ ഒരു തങ്ങളാണ് എങ്കിൽ ഈ നൗസാദ് തങ്ങൾ എങ്ങനെ ഓ അബ്ദുള്ളയോട് ഇതിന് അഭിപ്രായം പറയും? ഈ തങ്ങളുപ്പാപ്പയുടെ കുറ്റം പറയാൻ അയാൾ കണ്ടുപിടിച്ചത് ഓ അബ്ദുള്ളയാണ്. എന്നിട്ട് ഓ അബ്ദുള്ള പറയാ, വേറെയും പല മോശപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. അത് ഞാൻ പറയും. ഓ അബ്ദുള്ളക്ക് പോലും നാണമാകുന്നു തങ്ങളുപ്പാപ്പാനെ പറ്റി പറയാൻ ഇയാൾ പറഞ്ഞത് കേട്ടിട്ട്. കാരണം ഏറ്റവും നാണം കെട്ട ആളുകൾക്ക് പോലും നാണമാകുന്ന രൂപത്തിലുള്ള കഥകൾ പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? നൗസാദ് തങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ നൗസാദ് തങ്ങളാണ് ഈ പരാതി കൊടുക്കുമ്പോൾ ഈ ബീവിയുടെ കൂടെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇത് വായിച്ചപ്പോ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ, എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി കൂട്ടിയിട്ടുള്ളത്? നിങ്ങളൊരു ഇത് ഒത്തുതീർപ്പിന് പരിശ്രമിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ നൗസാദ് തങ്ങൾ എണീച്ചിട്ട് പറഞ്ഞു, ഇത് കേസ് തന്നെ വേണം. എന്താണ് സംഭവം? ഒരു ബീവിയുടെ കൂടെ ഒരു അകന്ന ബന്ധു ചെന്നിട്ട് ആ അകന്ന ബന്ധുവാണ് പറയുന്നത് ഈ ലൈംഗിക പീഡനവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഈ കേസ് തന്നെ വേണം. അവന്റെ ഉദ്ദേശം എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? മനസ്സിലാക്കണ്ടേ നമ്മള്? പൊന്നാനിയിലെ ജനങ്ങൾ, നട്ടലിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന പൊന്നാനിയിലെ വലിയ അർത്ഥങ്ങളെ ജനങ്ങളുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വെക്കുന്നു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ ഓ അബ്ദുള്ളയാണോ നല്ലത്, അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരാരുമില്ലേ? ഓ അബ്ദുള്ളയുടെ സർട്ടിഫിക്കറ്റിനാണോ നിങ്ങൾ വില കൽപ്പിക്കുന്നത്? അതല്ല, ഇയാളല്ല ആ പൊന്നാനിയിലെ വലിയ അർത്ഥങ്ങളെ തങ്ങൾ എന്ന് പറയുന്ന ആൾ എന്നുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അയാൾക്ക് വേണ്ടുന്നത് നിങ്ങൾ ചെയ്യണം. കാരണം ഇത്തരം കള്ള ആരോപണങ്ങൾ നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളെയും തകർക്കപ്പെടുന്ന തങ്ങന്മാരേ ഇല്ല എന്ന് പറയുന്ന ആളാണ് ഓ അബ്ദുള്ള. തങ്ങന്മാരല്ലേ ഇല്ല. മൗലൂദും റാത്തീബും കുത്തുബൈത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ ഫിർഖാണ്, അങ്ങനെ സംഭവമില്ല. ഇതൊരു കൂട്ടം ജനങ്ങളുടെ കാട്ടിക്കൂട്ടലാണ് എന്ന് പറയുന്ന ഓ അബ്ദുള്ളയാണ് ഇവർക്ക് പടച്ചവൻ. ഓ അബ്ദുള്ളയാണ് തങ്ങൾ പാപ്പാക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇവർ തെരഞ്ഞെടുത്ത വ്യക്തി 1.25 മണിക്കൂർ.
ആ ഓ അബ്ദുള്ള പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ തങ്ങളുപ്പാപ്പാന്റെ മോന് 15.5 വയസ്സേ ആയിട്ടുള്ളൂ, 32 വയസ്സിന്റെ പക്വതയാണെന്നാ പറഞ്ഞത്. ഓ അബ്ദുള്ള പറയാണ്. നമ്മളതിൽ വിരോധമൊന്നും പറയുന്നില്ല. പക്ഷെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിട്ടുള്ള ആ സിദ്ദീഖ് സക്കാഫി എന്ന് പറയുന്ന ആളെ വീട്ടിൽ പോയിട്ട് ഈ കുട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗുണ്ടകൾ ആക്രമിച്ചു, ശാരീരികമായി കൈകാര്യം ചെയ്തു. അതേപോലെ തന്നെ ഈ കുട്ടിയടക്കം അവരുടെ ചുരിയിലും അവിടെ ഇവിടെയും തോണ്ടി. ഞാൻ ഈ കുട്ടിയോട് ചോദിക്കുന്നു, ഈ കുട്ടിക്ക് പക്വതയുണ്ടെങ്കിൽ, 32കാരന്റെ പക്വതയുണ്ടെങ്കിൽ ഈ ഉമ്മ ഈ കേസ് കൊടുക്കുമ്പോൾ ആ ഉമ്മാട് ഈ കുട്ടി പറയണമായിരുന്നു. എന്ത് പറയണമായിരുന്നു? ഉമ്മ, നമ്മൾ വായാറ് പോയിട്ട് പറഞ്ഞത് ഇതല്ലല്ലോ. വായാറിന് നമ്മൾ പോയിട്ട് എന്താണ് പറഞ്ഞത്? ചെലവിന് കിട്ടുന്നില്ല എന്നല്ലേ, ഉപ്പ നോക്കുന്നില്ല എന്നല്ലേ, ഉപ്പ കല്യാണം കഴിച്ചതിന് പരാതിയില്ല എന്നല്ലേ. പിന്നെ ഉമ്മ, നമ്മൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മ ആൾക്കാരടിയിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട മോൻ അത് ചോദിച്ചോ? അത് ചോദിച്ചില്ല. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ചോദിക്കാമായിരുന്നു, ഉമ്മ വൃത്തികെട്ട സീറ്റുകൾ വാങ്ങാൻ നിങ്ങളിങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ 20 മുതൽ തെളിയിക്കാൻ വേണ്ടി പോലീസുകാര് കള്ളന്മാരെ കൊണ്ടുപോകുന്നത് പോലെ ഈ കേസ് തെളിയിക്കുന്നതിന്റെ ഭാഗമായി ഈ കേസറ്റ് എവിടുന്ന് വാങ്ങി എന്ന് ഉമ്മാട് ചോദിച്ചാൽ ഉമ്മ എന്ത് നമ്മൾ മറുപടി പറയും? അത് നമുക്ക് നാണക്കേടല്ലേ? അത് കള്ളത്തരമാണെങ്കിലും അത് പറയാൻ പാടുണ്ടോ എന്നെന്തേ ഈ കുട്ടി ചോദിക്കാഞ്ഞത്? കുട്ടിയുടെ പക്വത ഉണ്ടെങ്കിൽ അതല്ലേ ചോദിക്കേണ്ടത്. അതേപോലെ തന്നെ സക്കാഫി കൂട്ടങ്ങൾ കള്ളന്മാരായ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയണമായിരുന്നു ഇവരോട്, എന്ത്, ഞാൻ പഠിക്കുന്ന സ്ഥാപനമല്ലേ മർക്കസ് സക്കാഫത്തി സുന്നിയ, എനിക്ക് നാളെ അങ്ങോട്ട് പോകണ്ടമ്മ, നിങ്ങൾ അത് പറയരുതമ്മ. എന്തേ ഈ മോൻ പറയാത്തത്? അപ്പൊ ഈ മോന്റെ പക്വത, 32കാരന്റെ പക്വത ഇല്ല എന്ന് ഈ രേഖ വെച്ച് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഇതിൽ? അതുമല്ല, ഈ കുട്ടി കേസ് കൊടുത്തു. ഈ കുട്ടിയും ഈ തിരൂർ കോടതിയിൽ ഇപ്പൊ നിൽക്കുന്ന കേസ്, ഈ കുട്ടിയുടെ ഉമ്മ കൊടുത്ത കേസ്, ഈ ഉപ്പ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറരുതെന്ന്. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളാണ്, ഒരുപാട് ആളുകളെ പറ്റിച്ച് മുങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ് വൃത്തികേടുകളുടെ പൂരപ്പറമ്പായിക്കൊണ്ട് ആ പരാതിയിൽ ഒപ്പുവെച്ച ആൾ ഈ കുട്ടിയാണ്. ഈ കുട്ടി തന്നെ പറഞ്ഞു, ഉപ്പാനോട് ഞങ്ങൾക്ക് വിരോധമില്ലാന്ന് വായാറ് പറയുന്നു, ഞങ്ങൾക്ക് ഉപ്പയാണ് വേണ്ടതെന്ന്. അതേ കുട്ടി പറയുന്നു, ഉപ്പ ഈ വീട്ടിലേക്ക് കയറരുത് എന്ന പരാതിയുടെ അടിയിൽ എഴുതി ഒപ്പിടുന്നു. എന്താണ് ഇതിന്റെ സത്യം? ഇങ്ങനെ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് കുട്ടിയെയും ഭാര്യയെയും മക്കളെയും ചേർത്ത് പിടിച്ച് ഒരു പറ്റം ആളുകൾ ഇതിനിറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളത് കണ്ടിട്ട് മിണ്ടാതിരിക്കണം. വായാർ തങ്ങളെ കുറിച്ച് ഓ അബ്ദുള്ള പറഞ്ഞത്, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വീട്, കേരളത്തിലെ ഏറ്റവും വലിയ മണിമാളിക, അതിൽ താമസിക്കുന്ന വായാർ തങ്ങൾ മക്കൾ അനാഥമായി, ഭാര്യയും അനാഥമായി റോട്ടിലൂടെ തെണ്ടി നടക്കുന്നു. അതാണോ സത്യം? എന്റെ മുന്നിലാണ് ഈ വീട്, ആ കാണുന്ന വീടാണ്. ആ വീട്ടിലാണ് ഭാര്യയും മക്കളുമാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തോളം കാലമായി അവിടെ താമസിക്കുന്നത് വായാർ തങ്ങളല്ല, ഭാര്യയും മക്കളുമാണെന്ന് കണ്ട സത്യം എനിക്ക് പറയണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. ഭാര്യയും മക്കളുമാണ് അവിടെ താമസിക്കുന്നത് ഈ മണിമാളികയിൽ. വായാർ തങ്ങൾ പുറത്താണ്, 6 മാസത്തോളം കാലമായി. അങ്ങനെ ഇവർ കയറ്റിയിട്ടില്ല. അവരോടൊരു പ്രയാസം ഉണ്ടാക്കണ്ട, അവരോടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് തങ്ങളുപ്പാപ്പ ഉമ്മാന്റെ അടുത്ത് താമസിക്കുന്നത്. ഇതാണ് ഇത്രയും വലിയ മോശപ്പെട്ട രൂപത്തിൽ തങ്ങളുപ്പാപ്പാനെ ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിൽ ഈ കുടുംബം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സത്യം എന്റെ മുന്നിൽ ഉള്ളതാണ്. ആ സത്യം ഇതാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ഏതെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള 1-2 ആളുകൾ ആ കാക്കാക്കത് പറയേണ്ട ആവശ്യമുണ്ട്, അതിലാണ് ഞങ്ങൾക്ക് പരാതി എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്കാണ് നാളെ സംഭവിക്കുന്നതെങ്കിലും ഇത് തന്നെ പറയുള്ളൂ. തങ്ങളുപ്പാപ്പാനെ കുറിച്ച് തങ്ങളുപ്പാപ്പ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള നട്ടെല്ലും ഞങ്ങൾ തന്നെ കാണിക്കും. ഇവിടെ ഒരു തെറ്റുമില്ല. ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു എന്നതൊഴിച്ച് ഒരു തെറ്റ് 18 വർഷക്കാലത്തിലേറെ ഈ സ്ത്രീയെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും പരാതി കൊടുക്കാൻ അട്ടപ്പാടിയിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആദിവാസികൾക്ക് പോലും കഴിയില്ല. എന്താണ് ഇതിലെഴുതി കൂട്ടിയിട്ടുള്ളത്? ഈ നാട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്നത് കളവാണെങ്കിൽ ഓരോ പേജുകൾ നമ്മൾ മറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനത്തെ ഒരു സ്ത്രീയെ 18 വർഷത്തിലേറെ കാലം പോറ്റി വളർത്തിയിട്ട് തീറ്റിപ്പോറ്റിയിട്ട് ആ സ്ത്രീ ഒരു നിലക്കും സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നാട്ടുകാരുടെയും അവരുടെ വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചു. അല്ലാണ്ട് ആർക്കും ഉണ്ടാക്കിയിട്ട് അവർ മുങ്ങി കളഞ്ഞതല്ല.
അങ്ങനെ ഒരു പരാതി ആർക്കും ഇല്ല. ലക്ഷക്കണക്കിന് വരുന്ന പെണ്ണുങ്ങൾ ഓരോ സലാത്ത് വാർഷികത്തിലും ഓരോ പരിപാടിയിലും ഓരോ മജ്‌ലിസിലും പങ്കെടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണ് വായാർത്ഥങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ബീവി പറയുന്നതിന്റെ 100 എന്ത് ശിക്ഷ വന്നാലും നമ്മളത് സ്വീകരിക്കും. എന്താണ്? എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ ആരും ഉണ്ടാതിരിക്കുക. ഇത് സത്യമാണ്, വായാർത്ഥങ്ങളാണ് അവിടെ താമസിക്കുന്നത്, ഭാര്യ പുറത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാതിരിക്കുക. പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും. അങ്ങനെ നെട്ടലില്ലാത്ത മനുഷ്യരായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് 1000 കൊല്ലം നായായി ജീവിക്കാനില്ല, 1/2 കൊല്ലം നരിയായി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ജീവിക്കണമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊക്കെ ഇത് തുറന്നു പറയുന്നത്. ഇതിന് വിമർശകരായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പടച്ച തമ്പുരാൻ ഒരു സത്യത്തിന് എതിരെ നിങ്ങൾ ഈ പടച്ചുവിടുന്ന ഈ കള്ളക്കഥകൾ, ആ കള്ളക്കഥകൾക്ക് പടച്ച തമ്പുരാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.